നാളിൽ സ്ഥാപിച്ചല്ലോ പാവന കൂദാശ പങ്കാളിയായല്ലോ തന്റെ കൃപയോടെ അപ്പവും അതുപോലെ മാംസവും രക്തവുമാ രക്ഷമകർന്നിടുവാൻ വന്നവരാം കർത്താവേ ഭക്തിയോടെന്നും ഞങ്ങൾ വാഴ്ത്തിമുറ കീർത്തിച്ചിടട്ടെ. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവ്വരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. സേവാനങ്ങൾക്കെന്നും നന്മകൾ ഉറവിടമാം രക്ഷിതമായതു വഴിയാം വന്ധ്യഗണം കർത്താവേ കുരിശിലു ഞങ്ങൾക്കെന്നും ശക്തിയിടും കോട്ടയുമാ ദുഷ്ടരെയും മന്ത്രികളും അതുവഴി നാം തോൽപ്പിച്ചിടട്ടെ. ദുഷ്ടരെയും മന്ത്രികളും അതുവഴി നാം തോൽപ്പിച്ചിടട്ടെ. പഴയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്നത് കടന്നുപോകലാണ്. എന്നാൽ പുതിയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്നത് കടന്നുവരവാണ്. കടന്നുപോകൽ എന്ന് പറയുന്നത് ഈജിപ്തിൽ വെച്ച് സംഹാരദൂതൻ ഈജിപ്തുകാരെ ശിക്ഷിച്ചുകൊണ്ട് ഇസ്രായേൽക്കാരെ രക്ഷിച്ചുകൊണ്ട് ഉള്ള കടന്നുപോകലാണ് പെസഹയായിട്ട് അനുസ്മരിച്ചിരുന്നത്. പഴയ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് കടന്നുവരവായി മാറുന്നു. നമ്മോടൊപ്പം ഇപ്പോഴും ആയിരിക്കുവാൻ വേണ്ടി ഈശോ നമ്മുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി കടന്നുവരവായിട്ടാണ് നമ്മൾ പെസഹയെ ആചരിക്കുകയും അത് അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് 3 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പാദം, പാത, പാതയം. പാദം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈശോ നൽകിയ ഏറ്റവും വലിയൊരു മാതൃകയാണ്. പാദം കഴുകിക്കൊണ്ട് സഹോദരന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടേതായ നല്ലൊരു മാതൃക കാണിച്ചു തന്നു. നമ്മളും എല്ലാ വിശുദ്ധ കുർബാന അർപ്പണത്തിനും മുന്നോടിയായിട്ട് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ആരുടെ പാദങ്ങളാണ് കഴുകേണ്ടത്, ആരുടെയാണ് ഇനി കഴുകാനുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി. പാദം കഴുകുക എന്നുള്ളത് എളിമയുടെ ഒരു മാതൃക മാത്രമല്ല, നമ്മുടെ വിധേയത്വം, ദൈവത്തോടുള്ള വിധേയത്വം അനുസരണത്തിന്റെയും അതുപോലെ തന്നെ വിധേയത്വത്തിന്റെയുമായ നല്ലൊരു മാതൃക കൂടിയാണ്. സമാന്തര സുവിശേഷങ്ങളിൽ, അതായത് വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, ലൂക്ക സുവിശേഷകന്മാരെയാണ് സമാന്തര സുവിശേഷകർ എന്ന് പറയുന്നത്. സമാന്തര സുവിശേഷങ്ങളിൽ ഈശോയുടെ അന്ത്യധ്യാന വേളയെ കുറിച്ച് വളരെ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അന്ത്യ അത്താഴ വേളയെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. മറിച്ച് അവിടെ പ്രതിപാദിക്കുന്ന കാൽകഴുകൽ ശുശ്രൂഷ തന്നെയാണ്. യോഹന്നാൻ ഇതിലൂടെ നമ്മളോട് വ്യക്തമായി പറയുന്നത് വിശുദ്ധ കുർബാന പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാൽകഴുകൽ ശുശ്രൂഷ എന്ന്. നമ്മളും ഓരോ ബലിയർപ്പണത്തിനും മുന്നോടിയായിട്ടും നമ്മുടെ സഹോദരന്റെ കാലുകൾ കഴുകുവാനും എളിമയോടുകൂടി വിധേയത്വത്തോടുകൂടി വർത്തിക്കുവാനും നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ശിഷ്യന്മാരായി മാറുന്നത്, യേശു നൽകിയ നല്ലൊരു മാതൃക സ്വീകരിക്കുന്നവരായി മാറുന്നത്. അതിനെല്ലാം ശേഷം കാലുകഴുകിയതിന് ശേഷം ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മാതൃക സ്വീകരിക്കുവിനെന്ന്. നമുക്കറിയാം, ഒരു കുഞ്ഞുകുട്ടിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, പുതുതായ ഒരു കാര്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും എളുപ്പം ഒരു മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മാതൃകയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മളെ യുവ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാതൃക നൽകുവാനില്ല എന്നുള്ളത് തന്നെയാണ്.
നമുക്ക് പരസ്പരം നല്ല മാതൃകകളായി മാറാം. വിശുദ്ധ മദർ തെരേസ മരിച്ച അവസരത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. ലോകത്തിന് ഇന്നൊരു നല്ല മാതൃക നഷ്ടമായി എന്ന്. വിനയത്തിൻ മാതൃകനല്ല, സ്നേഹത്തിൻ പൊൻകൊടിനാട്ട, സകലേശൻ ദാസന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി. സ്നേഹത്തിൻ ചിറകു വിരിച്ചു, രാജാളി തെളിഞ്ഞു പറഞ്ഞു, സ്നേഹിതരെ നിങ്ങൾക്കിന്നൊരു മാതൃക ഞാനേകി, മാതൃക ഞാനേകി. താരത്തിൽ വെള്ളമെടുത്തു, ചെയ്യുമരയിൽ ചുറ്റി, വിശിഹാരൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി. ഗുരുവെന്നു വിളിപ്പൂ നിങ്ങൾ, പരമാർത്ഥതയുണ്ടതിലെങ്കിൽ, ഗുരു നൽകിയ പാഠം നിങ്ങൾ സാദരമോദിടുവിൻ, സാദരമോദിടുവിൻ. താരത്തിൽ വെള്ളമെടുത്തു, ചെയ്യുമരയിൽ ചുറ്റി, വിശിഹാരൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകിയ ഗുരുവിൻ ശിഷ്യന്മാർ നിങ്ങളോർത്താൽ, അന്യോന്യം പാദം കഴുകാൻ ഉത്സുകരായി തീരും, ഉത്സുകരായി തീരും. താരത്തിൽ വെള്ളമെടുത്തു,
ചെയ്യുമലയിൽ ചുറ്റി വിശികാരൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി നൽകുന്നു പുതിയൊരു നിയമം സ്നേഹിപ്പിൻ സ്വയം ഒരിക്കൽ കൂടി തിരുനാളിന്റെ